ശബരിമലയിലെ വഴിപാടുകളിലൊന്നാണ് സന്നിധാനത്തെ ചോറൂണ്. 5 മാസം മുതൽ പ്രായമുള്ള കുട്ടികൾക്കാണ് കൊടിമരത്തിന് കീഴിൽ വെച്ച് ചോറൂണ് നടത്തുക. ഉപ്പിൽ മുക്കി ചോറ് നൽകുന്നത് ശബരിമലയിലെ പ്രത്യേകതയാണ്. കഠിനമായ മലകയറ്റത്തിന് ശേഷം കുരുന്നുകൾ ചോറൂണിന് സന്നിധാനത്തെത്തുന്നത് കൗതുകമുള്ള കാഴ്ചയാണ്. അച്ഛന്റെ മടിയിലിരുന്ന് ചോറുണ്ണുമ്പോൾ അങ്ങകലെ അമ്മയുടെ പ്രാർത്ഥന. ശബരിമലയിലെ ചോറൂണ് ചടങ്ങിന്റെ മാത്രം പ്രത്യേകതയാണിത്. അച്ഛന്റെയോ മുത്തച്ഛന്റെയോ മുത്തശ്ശിയുടെയോ മടിയിലിരുന്ന കൊടിമരത്തിന് താഴെയാണ് ചോറൂണ് നടത്തുക. ശബരിമലയിൽ ചോറ് കൊടുക്കണമെന്ന അതിയായ ആഗ്രഹവുമായാണ് ഭക്തർ കുരുന്നുകൾക്കൊപ്പം മല കയറുന്നത്. 5 മാസം മുതൽ പ്രായമുള്ള കുരുന്നുകൾക്കാണ് ചോറ് നൽകുന്നത്. പലർക്കും ദീർഘനാളത്തെ പ്രാർത്ഥനാ സാഫല്യം കൂടിയാണ് ഈ ചടങ്ങ്. നേർച്ച ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് കാലം കാത്തിരുന്ന് കിട്ടിയതാ. അപ്പോൾ ഒന്ന് ചോറ് കൊടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മണ്ഡലക്കാലാണ്, തിരക്കാണെന്ന് വിചാരിച്ചാലും ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു പോലീസുകാരെല്ലാവരും സഹായിക്കും, അപ്പോൾ പിന്നെ കയറി പോരെ, ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ഇപ്പോൾ അവരും ഈ പറഞ്ഞ പോലെ ദേവസ്വം ബോർഡിലുള്ളവരായാലും അപ്പോൾ അങ്ങനെ ധൈര്യത്തിൽ കയറി പോകുന്ന ഒരു കുഴപ്പമില്ലായിരുന്നു. മലയേറ്റമൊക്കെ സുഖമായിരുന്നു. അവൾ കരഞ്ഞില്ല. അമ്മ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സങ്കടമാണെങ്കിലും ഇപ്പോൾ ഇത് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ, കാണിച്ചു കൊടുക്കാം. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ, കയറി പോരാൻ പറ്റിയെന്നുള്ളതാണ് വലിയ കാര്യം. ശബരിമല സന്നിധാനത്തെ ചോറൂൺ ചടങ്ങുകൾക്കും പ്രത്യേകതകളുണ്ട്. നാക്കിലയിലാണ് കുട്ടികൾക്ക് പായസവും ചോറും നൽകുന്നത്. രാവിലെ ഉഷപൂജയ്ക്ക് നേദിക്കുന്ന ഉഷപ്പായസവും ചോറും ഉപ്പും പുളിയുമാണ് കൊടുക്കുക. കന്നി, കർക്കടക മാസങ്ങളൊഴിച്ച് എല്ലാ മാസപൂജയ്ക്കും നിരവധി കുട്ടികൾ ഇവിടെ ചോറൂൺ നടത്താൻ എത്താറുണ്ട്. കുഞ്ഞൂണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് അമ്മമാരാണ്. അയ്യപ്പ സ്വാമിയുടെ നടയെ കൊണ്ടുപോയി കുഞ്ഞൂണ് നടത്താമെന്ന് പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ വേറൊരെന്ന് പറയുന്നത്, അവർക്ക് ഈ നടയിൽ വന്ന് കുഞ്ഞൂണ് കാണാൻ പറ്റത്തില്ല. എന്നാലും അവർ ആ മണികണ്ഠനോടുള്ള അയ്യപ്പസ്വാമിയോടുള്ള അകമഴിഞ്ഞ പ്രാർത്ഥനയുണ്ട്, നേർച്ച കൊണ്ട് കാണും. എൻ്റെ കുഞ്ഞിനവിടെ അന്നം കൊടുക്കുക, കുഞ്ഞൂണ് നടത്താമെന്ന് നേർച്ച കാണും. ആ നേർച്ചയുടെ ഫലമായിട്ടാണ് അവരിവിടെ കൊണ്ടുവരുന്നത്. അതിന് നമ്മൾ ചെയ്യുന്നത് പടച്ചോറ്, ഉപ്പ്, ഉഷപ്പായസം. രാവിലത്തെ ഉഷപ്പായസമാണ് നമ്മൾ കുഞ്ഞുകൊണ്ട് നേദ്യമായിട്ട് കൊടുക്കുന്നത്. അതും ഇതുപോലെയാണ്. കുഞ്ഞൂണ് കഴിഞ്ഞാൽ കുഞ്ഞിനെ നേരിട്ട് കൊണ്ടുവന്ന് നടയിൽ കൊണ്ടുവന്ന് തൊഴിയിക്കും കുഞ്ഞിനെ. നാവിൽ ആദ്യ മധുരവും പുളിയും നുകർന്ന് അയ്യപ്പനെ തൊഴുത ശേഷം സോപാനത്തിൽ നിന്ന് അച്ഛന്റെ തോളിലേറി പമ്പയിൽ കാത്തിരിക്കുന്ന അമ്മയ്ക്കരികിലേക്ക് മടക്കം. ന്യൂസ് മലയാളം, സന്നിധാനം.